പ്രിയപ്പെട്ടവരെ, എൻ്റെ എല്ലാ വീഡിയോസിനും പരിപൂർണ പിന്തുണ നൽകുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമേ അറിയിച്ചു കൊള്ളട്ടെ. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആദ്യമേ പറയട്ടെ, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. ഞാൻ കഴിഞ്ഞ ദിവസം ചെർപ്പുളശ്ശേരി ഒറ്റപ്പാലം റൂട്ടിൽ ഒരു യാത്ര പോയിരുന്നു. അപ്പോഴാണ് ഈ അനങ്ങൻ മലയെക്കുറിച്ച് കേൾക്കുന്നതും അവിടെ പോകാനും ഇടയായത്. അത് വരുന്നത് കിഴൂർ റോഡിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളിലോട്ടാണ്. അവിടെയാണ് ഈ അനങ്ങൻ മല ഇക്കോ ടൂറിസം പദ്ധതി കേന്ദ്രം. അനങ്ങൻ മലയുടെ ജനനം എന്നത് രാമായണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. രാമരാവണ യുദ്ധത്തിൽ ബോധരഹിതരായ രാമലക്ഷ്മണന്മാരെ ഉണർത്തുന്നതിനു വേണ്ടി ഹനുമാൻ മൃതസഞ്ജീവനിയുമായി വരുന്ന സന്ദർഭത്തിൽ ദ്രോണഗിരി പർവ്വതത്തിൻ്റെ ഒരു ഭാഗം അടർന്നു വീഴുന്നു. ശക്തനായ ഹനുമാൻ എത്ര ശ്രമിച്ചിട്ടും ഈ അടർന്ന ഭാഗത്തെ ഉയർത്താൻ സാധിക്കുന്നില്ല. ഇപ്രകാരം ഹനുമാൻ ഉയർത്താൻ ശ്രമിച്ചപ്പോൾ അനങ്ങാത്തതിനാലാണ് ഈ മലയ്ക്ക് അനങ്ങാമല അല്ലെങ്കിൽ അനങ്ങൻ മല എന്ന് പേര് വന്നത്. അനങ്ങൻമലയും അടിവാരത്തെ കൂനൻമലയും ചേരുന്നതാണ് അനങ്ങൻമല ഇക്കോ ടൂറിസം പദ്ധതി. നിങ്ങൾ ഈ വീഡിയോയിൽ ഉടനീളം കാണുന്നത് പോലെ തന്നെ പ്രകൃതി സൗന്ദര്യം തന്നെയാണ് ഈ അനങ്ങൻമലയുടെ ആകർഷണീയത. മലമുകളിൽ കയറി താഴോട്ട് നോക്കിയാൽ പച്ചവിരിച്ച പാടങ്ങളും വനപ്രദേശങ്ങളും അതുപോലെ തന്നെ അരുവികളും പാറക്കെട്ടുകളും നിറഞ്ഞ വള്ളുവനാടിൻ്റെ ഗ്രാമീണ ഭംഗി കൃത്യമായി നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. മഴക്കാലത്ത് മലനിരകളെ തഴുകിയൊഴുകുന്ന വെള്ളച്ചാട്ടവും ഈ അനങ്ങൻമലയുടെ ഒരു പ്രത്യേകതയാണ്.
കുടുംബവുമൊത്ത് അടിച്ചു പൊളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ വന്നോളൂ അനങ്ങൻ മലയിലേക്ക്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കപ്പിൾസിനും പറ്റിയ ഇടമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. താങ്ക് യു ഓൾ.